ഞാൻ കോട്ടയം ജില്ലയിലെ ഒഴൂർ സെൻറ്റ് സ്റ്റീഫൻസ് ഫൊറോന ഇടവകയിൽ നിന്നും വരുന്നു. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ കയറി നിന്ന് 3-ാം പ്രാവശ്യം സാക്ഷ്യം പറയാനുള്ള കൃപ അമ്മ നൽകിയതിനെ ഓർത്ത് ആയിരം നന്ദി അമ്മയ്ക്ക് പറയുന്നു. അമ്മയൊരു ദർശനത്തിലൂടെ എൻ്റെ രോഗത്തെക്കുറിച്ച് പറഞ്ഞു തന്നു സൗഖ്യം നൽകിയതുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത്. ജൂൺ മാസത്തിൽ എനിക്ക് പനി വന്നപ്പോൾ ഒഴൂരുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. വൈറൽ പനിയാണെന്ന് പറഞ്ഞവർ മരുന്ന് 5 ദിവസത്തെ മരുന്ന് തന്നു വിട്ടു. പക്ഷേ എനിക്ക് പനി കുറഞ്ഞില്ല. 4-ാം ദിവസം 5-ാം ദിവസം ആയപ്പോഴത്തേക്ക് ഞാൻ കിടന്നിടത്തുനിന്ന് ഏക്കാണ്ടായി. അങ്ങനെ കിടക്കുന്ന സമയത്ത് വെളുപ്പിനെ അമ്മയുടെ ഒരു ദർശനം എനിക്കുണ്ടാവുകയാണ്. അത് രൂപം ഇതായിരുന്നു. സമയഘടുകാരൻ നെഞ്ചി ചാർത്തിയുള്ള അമ്മയുടെ അവിടെ ഇരിക്കുന്ന ഫോട്ടോ, ആ രൂപമാണ്, ആ പ്രകാശമാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞ് അമ്മ എന്നെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുന്നു, ഒരു ഡോക്ടറെ കാണിക്കുന്നു. അത് കൂത്താട്ടുകുളം ദേവമാതാ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ആ ദർശനത്തിൽ ഡോക്ടറിനോട് പറയാണ്, നിൻ്റെ കൗണ്ട് 2000 ഞാൻ അന്നേരം പറയാണ്, ഇല്ല, ഒന്നുമില്ല, കാരണം ഞാൻ ഉടമ്പടി എടുത്തതാണ്, പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൗണ്ട് 2000 ഒന്നും ആകില്ലെന്ന് പറഞ്ഞു. ഞാൻ കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ വീട്ടിലെല്ലാവരും നിർബന്ധിച്ചു, ഇനി ഇങ്ങനെ കിടന്നാൽ പറ്റത്തില്ല, കിടന്നിടത്ത് നേക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ പോകാമെന്ന്. നേരെ പോയത് അമ്മ കാണിച്ചു തന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോയത്. അവിടെ ചെന്നു എന്നെ കണ്ടത് ഡോക്ടറിൻ്റെ കയ്യെ പിടിച്ച് പറഞ്ഞു, ഒന്നും ടെസ്റ്റ് ചെയ്തില്ല. അതിന് മുമ്പ് ഡോക്ടറിനോട് പറഞ്ഞു, തനിക്ക് ഡെങ്കിപ്പനിയാണ്, താൻ എങ്ങനെ ഇവിടം വരെ വന്നു, ഇത്രയും മുഖമെല്ലാം അതുപോലെ ആയിപ്പോയി. ഉടനെ പിന്നെ ഇഞ്ചക്ഷൻ തന്നിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യാനുള്ള എല്ലാ ഇതും ചെയ്തു. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ കൗണ്ട് അമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്ന എൻ്റെ കൗണ്ട് 2000. പിന്നെ എൻ്റെ സോഡിയം താന്നുപോയി, ലിവറിന് ഇൻഫെക്ഷന്, ഇതെല്ലാമായിരുന്നു. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു, താൻ എങ്ങനെ ഇവിടം വരെ വന്നു? ഞാൻ പറഞ്ഞു, എന്നെ ദൈവം കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കിടന്നു. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കരുത്, ബ്ലീഡിങ് ഉണ്ടാവും, ബ്ലഡ് കയറ്റണം, പ്ലേറ്ററ്റ് കയറ്റണം, അതുകൊണ്ട് ഏറ്റവും സൂക്ഷിച്ച് ഒരു മുറിവും ശരീരത്തുണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റായി, പ്ലേറ്ററ്റ് കയറ്റി. ഞാൻ വീട്ടിൽ നിന്ന് ഉടമ്പടി തൈലവും ഉപ്പും കൊണ്ടുവന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് അത് 2 വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ എൻ്റെ കൗണ്ട് നീ എനിക്ക് ഉയർത്തി തരണമേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ടെസ്റ്റ് ചെയ്തപ്പം 34,000 അത് കഴിഞ്ഞ് ചെക്ക് ചെയ്തു. പിറ്റേ ദിവസം ആയപ്പോഴത്തേനും 90 അന്ന് വൈകുന്നേരം ചെക്ക് ചെയ്തപ്പം 5 കുറഞ്ഞ് 80 അപ്പം ഞാൻ 2 നേരവും അമ്മയുടെ തൈലം ഉടമ്പടി ഉപ്പും വെള്ളത്തിലടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ എന്തുകൊണ്ടാണ് അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പുമാണല്ലോ ഞാൻ ഉപയോഗിക്കുന്ന മരുന്നിനേക്കാൾ കൂടുതൽ ശക്തിയുള്ളത് അതിനാണല്ലോ, എന്താ എൻ്റെ കൗണ്ട് കുറഞ്ഞു പോയെന്നോർത്ത് ഞാൻ വീണ്ടും അത് ഉപയോഗിച്ചു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ പിറ്റേ ദിവസം 4-ാം ദിവസം നോക്കുമ്പോഴത്തേനും 1,00,000 ചില്ലുവാനുമായി. അത് കഴിഞ്ഞ് 1.5 ലക്ഷം ആയ പിന്നെയാണ് എന്നെ ഡിസ്ചാർജ് ചെയ്തത്. അപ്പം അതും ഒരു ഡോക്ടറൊന്നും പറയില്ല. ഡിസ്ചാർജ് ചെയ്യാൻ നേരത്ത് വന്നപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു, താൻ എങ്ങനെ ഇവിടം വരെ വന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല, തൻ്റെ കൗണ്ട് എങ്ങനെ കൂടി? അപ്പം ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയും ഈശോയുമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതും ഡോക്ടറെ എടുത്ത് തന്നതും എന്നെ ഇത്ര സുഖപ്പെടുത്തിയതും. അപ്പം ഞാൻ അമ്മയ്ക്ക് പറഞ്ഞായിരുന്നു, അമ്മേ എനിക്ക് കൗണ്ട് കൂട്ടി തന്നാൽ ഞാൻ അമ്മയ്ക്ക് സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. അങ്ങനെ എന്നെ വലിയ അമ്മ ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് അമ്മ എപ്പോഴും ഒരു താങ്ങാണ്, കരുതലായി നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ വീണു പോകാൻ അനുവദിക്കുകയില്ല. അമ്മ തന്ന രോഗസൗഖ്യത്തിന് അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരു വയറുവേദന ഉണ്ടായിട്ട് ആ വയറുവേദന നടുവിലേക്ക് അങ്ങ് വ്യാപിച്ചു. അങ്ങനെ നടുവിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, കാലെടുത്ത് വെക്കാൻ പറ്റില്ല. അവസാനം ഞാൻ കട്ടിലത്തിന് കയറി കിടന്നു, കാരണം നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പം അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ കിടന്നുകൊണ്ടാണ് കൂടിയത്. അപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥന വന്നപ്പോൾ അച്ഛൻ എല്ലാവരും എണീക്കാൻ പറഞ്ഞപ്പം ഞാൻ കട്ടിലിൽ എണീറ്റിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വേദനയുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക, ഇപ്പോൾ സൗഖ്യം കിട്ടിയില്ലെങ്കിലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടുന്നതാണെന്ന്. ഞാൻ എന്തായാലും അവിടെ എണീറ്റിരുന്ന് അച്ഛൻ പറഞ്ഞ പോലെ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്തായാലും അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പരിശുദ്ധ അമ്മ എൻ്റെ വേദന എടുത്തു മാറ്റി രോഗസൗഖ്യം നൽകി. എനിക്ക് ആശുപത്രിയിൽ പോകേണ്ടി വന്നില്ല. അതുപോലെ തന്നെ അമ്മേൻ്റെ ഒരു ദർശനം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം അമ്മേനെ എല്ലാവരും ദർശനം കാണുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കതിനുള്ള യോഗ്യതയില്ലേ? അപ്പോൾ എന്നോട് അമ്മ എൻ്റെ രൂപം അവിടെ ഇരിപ്പുണ്ട്. ഞാൻ കൊന്തയല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ രൂപം ഒരു 500 ബൾബിട്ട എങ്ങനെ അതുപോലെ നീല ജ്വാലയിൽ 3 പ്രാവശ്യം ഇങ്ങനെ തെളിഞ്ഞു വന്നു.
അപ്പോൾ ഞാൻ അമ്മയോട് നന്ദി പറഞ്ഞു സ്തുതിച്ചു. അത് കഴിഞ്ഞാൽ എനിക്കതിവിടെ സാക്ഷ്യപ്പെടുത്താൻ പറ്റിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അമ്മയുടെ സാന്നിധ്യം എന്നാൽ ഇങ്ങനെ ഒന്നും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എല്ലാവർക്കും സുഗന്ധാഭിഷേകമായി കൊടുക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ, എനിക്ക് കിട്ടുന്നത് ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല. ഞാൻ ഇനി സാക്ഷ്യം പറയുമ്പോൾ അമ്മയുടെ ദർശനം ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കളാമെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം കുരിശ് വരെ കാണിക്കുമ്പോൾ മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം അമ്മ എനിക്ക് തന്നു. അതുപോലെ തന്നെ പിറ്റേ ദിവസവും അതുപോലെ തന്നെ സുഗന്ധാഭിഷേകം തന്ന് അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന് എന്നെ അറിയിച്ചു. അതുപോലെ തന്നെ അഖണ്ഡ ജപമാല റാലിയിൽ എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ എങ്കിൽ ഞാൻ ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ മാതാവിൻ്റെ രൂപം അലങ്കരിച്ച് അവിടെ കൊന്ത നടക്കുമായിരുന്നു. ഞാൻ അവിടെ അഖണ്ഡ ജപമാല റാലി തുടങ്ങിയപ്പോൾ ഫോണില്ലാതെ കൂടി. അത് കഴിഞ്ഞ് പോയി പള്ളിയിൽ പോയിരുന്ന് 1000 മണി ജപമാല എവിടെ നിന്ന് ചൊല്ലി. പക്ഷേ എനിക്ക് മുട്ടുവേദന, എനിക്ക് മുട്ടയെ കുത്തുനിന്ന് ഞാൻ ജപമാല ചൊല്ലിയിട്ടില്ലായിരുന്നു. കാരണം അങ്ങനെ ചെല്ലത്തിലപ്പം കിരികിരുന്നൊരു ഒച്ചയൊക്കെ ഞാൻ പെട്ടെന്ന് സ്പ്രിങ് പോലെ എണീറ്റ് വരും. അങ്ങനെയായിരുന്നു വർഷങ്ങളായി ഞാൻ മുട്ട് കുത്തിയിട്ട്. അങ്ങനെ ആ ജപമാലയ്ക്ക് പോയി പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞപ്പം ഒരു ജപമാല ചൊല്ലിയപ്പോൾ ഞാൻ മുട്ടയെന്നു, പിന്നെ ഞാൻ എണീറ്റ് ഇരുന്നു. അങ്ങനെ ചൊല്ലി എന്താണേലും പല പ്രാവശ്യമായിട്ട് മുട്ടയിൽ നിന്ന് 1000 മണി ജപമാല ഞാൻ ചൊല്ലി തീർത്തു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നമ്മുടെ അഖണ്ഡ ജപമാലയുടെ ബാക്കി കാര്യങ്ങൾ അർത്തുങ്കപ്പള്ളിയിലുള്ളതെല്ലാം കൂടി. അത് കഴിഞ്ഞ് അന്ന് ഞാൻ വൈകിട്ട് മുട്ടുകുത്തി ജപമാല ചൊല്ലി. പിന്നെ ഞാനിപ്പോൾ സമ്പൂർണ്ണ ജപമാല മുട്ടയിൽ നിന്ന് ചെല്ലുവാനുള്ള കൃപ പരിശുദ്ധ അമ്മ എന്നെ തന്ന് അനുഗ്രഹിച്ചു. ഇപ്പോൾ എനിക്ക് ജപമാല ചെല്ലുന്നതിന് നിൽക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൽ മക്കൾക്ക്, മരുമക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, അയൽവാസികൾ എല്ലാം അമ്മയോട് ഒത്തിരി പ്രാർത്ഥിച്ചു വേണ്ടി അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ നമ്മുടെ രോഗികളെ പോയി കാണാൻ, ഗവൺമെൻറ് ആശുപത്രി രോഗികളെ പോയി കാണാറുണ്ട്. അതുപോലെ അടുത്ത വീടുകളിൽ അവർക്ക് ആശുപത്രി പോകുമ്പം രോഗികളുടെ നെറ്റിയിൽ നമ്മുടെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ആശുപത്രി ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ രോഗികളുടെ കഴുത്തിൽ നമ്മുടെ കൃപാസനത്തിലെ ജപമാല കിടക്കുന്നു. അപ്പോൾ എല്ലാവരും തന്നെ മാതാവിനെ അറിയുന്നവരാണ്. അപ്പോൾ അവരോട് പറയുമ്പോൾ അവർ ഞങ്ങൾ മാതാവിൻ്റെ മക്കളാന്ന് പറയും. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ അവരുടെ ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് വ്യക്തികൾക്ക് അവിടെ കൊടുക്കുന്ന ഒരു ഏജൻറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഫുഡിനുള്ള പൈസ നമ്മൾ കൊടുക്കാറുണ്ട്. പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കാറുണ്ട്. ഉടമ്പടി ധ്യാനങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും കൂടും. അത് വീണ്ടും ഒന്നുകൂടെ കൂടും. അന്നേരം അച്ഛൻ പറയുന്ന പോലെ എല്ലാവർക്കും ഷെയർ ചെയ്യും. സാക്ഷ്യങ്ങൾ കണ്ട് അത് ഷെയർ ചെയ്യും. ഇപ്പോൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥന അതെന്നും കൂടും, അതും കണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ മുന്നോട്ടുള്ള ജീവിതം പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കരം പിടിച്ച് നടക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ കുർബാനയുടെ മഹത്വം എന്താണെന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ എല്ലാ ദിവസവും ദീപാവലിയിൽ പങ്കെടുക്കുവാനുള്ള കൃപ പരിശുദ്ധ അമ്മ എനിക്ക് തന്നെ എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയെ സജീവമായി എല്ലാവരും പങ്കെടുക്കുവാനും അതിൻ്റെ സമയം നിശ്ചയിച്ച് 7 മണി എന്ന സമയമുണ്ടെങ്കിൽ എല്ലാവരും കുടുംബ പ്രാർത്ഥന ചെല്ലുവാനുള്ള കൃപ പരിശുദ്ധ അമ്മയും ഈശോയും തന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:28 യേശു പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവരുടെ പുത്രി സൗഖ്യമുള്ളവളായി. ആൻസി ജോസ് എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ ലഭിച്ച 3 സൗഖ്യാനുഭവങ്ങളെ പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആദ്യത്തേത് ഡെങ്കു ഫീവർ വരികയും കൗണ്ട് 2000-ആയി വളരെ താഴ്ന്നു പോവുകയും അപകടകരമായ അവസ്ഥയിൽ നിന്ന് പരിശുദ്ധമ്മ മാതാവിൻ്റെ സംരക്ഷണവും പ്രാർത്ഥനയും കാവലും മകളെ വേഗത്തിൽ കൗണ്ട് കൂടിക്കൊണ്ടുവരുവാനും സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും സഹായിച്ചു എന്നുള്ളതാണ്. 1.5-2 ലക്ഷത്തിൽ നിന്നാണ് ഇത് 2000-ലേക്ക് താഴുക. വളരെ അപകടകരമായ ഒരു രോഗാവസ്ഥയും ശാരീരിക ക്ഷീണവുമാണത്. എങ്കിലും ഡോക്ടർ തന്നെ പലകുറി ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഇത് ആശുപത്രിയിൽ എത്തിച്ചേർന്നു എന്ന് പോലും ചോദിക്കുന്നുണ്ട്. അത് അമ്മയുടെ പ്രത്യേകമായ കരുതലാണ്. അമ്മ മാതാവിനെ ജീവിതം സംരക്ഷണത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് ഓരോ തവണയും മുന്നോട്ട് പോകുന്നതെന്ന് മകൾ ഡോക്ടറിനോട് പോലും ധൈര്യത്തോട് പറയുന്നത് നമ്മൾ കേട്ടു. അതുപോലെ തന്നെയാണ് നടുവിനുണ്ടായ വേദന. അതും ഇതുപോലെ വലിയ രീതിയിൽ ജീവിതത്തെ വലയ്ക്കുകയും ഒന്നും ചെയ്യുവാനാവാത്ത വിധം കുത്തിക്കൊള്ളുന്ന വേദനകൾ ശരീരത്തെ വല്ലാതെ തളർത്തുകയും ചെയ്തപ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ആരാധനയിൽ എപ്പോഴും അതിൻ്റെ സമാപന ആശീർവാദത്തിന് തൊട്ടു മുമ്പ് അച്ഛൻ സൗഖ്യാഭിഷേക പ്രാർത്ഥന ചെയ്യാറുണ്ട്.
അച്ഛൻ പറയും, എവിടെയാണോ നിങ്ങൾക്ക് രോഗമുള്ളത് അവിടെ കരം വെച്ച് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രത്യേകമായി ആ ഉടനടി പരിഹാരമുള്ള പ്രാർത്ഥനയിൽ സൗഖ്യാരാധനയിൽ പങ്കുചേരുവാൻ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്. സഹോദരി പറയുന്നുണ്ട്, അപ്രകാരം എൻ്റെ നടുവിനെ കൈവച്ചുകൊണ്ട് അമ്മ മാതാവിനോട് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പൂർണ്ണമായ സൗഖ്യം നൽകി അമ്മ മാതാവും തിരുക്കുമാരനും സഹായിച്ചുവെന്ന്. മൂന്നാമത്, മുട്ടുകുത്തുവാനുള്ള പ്രയാസവും മുട്ടിൻ്റെ വേദനയുമാണ് സഹോദരി പങ്കുവയ്ക്കുന്നത്. ഏറെ ക്ലേശിച്ച് പോയിക്കൊണ്ടിരുന്ന നാളുകളിൽ ഒക്ടോബർ 26 അഖണ്ഡ ജപമാല റാലിയുടെ അന്ന് ഇവിടം വരെ എത്തിച്ചേർന്ന് ഇത്ര ദൂരം നടക്കുവാൻ കാലിന് പ്രയാസമുള്ളത് കൊണ്ട് ദേവാലയത്തിൽ ചെന്ന് ജപമാല മുട്ടുകുത്തിയും എഴുന്നേറ്റ് നിന്നും പതിയെ ചൊല്ലുന്നതാണ് സഹോദരി പങ്കുവയ്ക്കുന്നത്. എന്നാൽ അത് തിരികെ വീട്ടിലെത്തി ഒന്ന് മുട്ടുകുത്തി ചൊല്ലുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ സംരക്ഷണയാലും ഈശോയുടെ സഹായത്താലും സമ്പൂർണ്ണ ജപമാല മുഴുവനായും മുട്ടുകുത്തു നിന്ന അന്നു മുതൽ ഇന്ന് വരെ ചൊല്ലുവാനുള്ള കരുത്ത് കൊടുത്ത് അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഓരോ കാര്യത്തിനും സഹോദരിയുടെ വാക്കുകളിൽ ഉടമ്പടി ജീവിതത്തോടുള്ള വിശ്വസ്തത, ഉടമ്പടി ജീവിതം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുള്ള തീഷ്ണത, എല്ലാവരോടും ദൈവനാമത്തെ പ്രഘോഷിക്കുവാനുള്ള സന്തോഷം, അത് നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നുണ്ട്. നമ്മൾ എത്ര കണ്ട് ദൈവസന്നിധിയിൽ വിലയുള്ളവരായി മതിപ്പുള്ളവരായി ജീവിതത്തെ കൊടുക്കുവാൻ സന്നദ്ധരാകുന്നുവോ അതനുസരിച്ച് എത്ര വലിയ പ്രയാസത്തെയും ഏതൊരു ക്ലേശത്തെയും അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് നമുക്ക് മാറ്റിത്തരുമെന്ന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അസാധ്യതകളെ സാധ്യതകളാക്കി തരുന്ന അമ്മയുടെ സവിശേഷമായ മാധ്യസ്ഥം, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സവിശേഷമായ അനുഗ്രഹത്തിൻ്റെ കൃപാസമൃദ്ധി നമ്മുടെ ജീവിതങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് ഈ സഹോദരിയുടെ സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. നമുക്ക് ഈ സഹോദരിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും നന്ദിയുടെ ഓർത്ത് കരങ്ങളടിച്ച് ദൈവപിതാവിനും അമ്മ മാതാവിനും സാക്ഷ്യം സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.